രാഹുൽ ഗാന്ധി അമേരിക്കയിൽ സന്ദർശനം നടത്താനായി പോയി വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് കേട്ടു. അദ്ദേഹം തിരിച്ചെത്തിയോ നാട്ടിലേക്ക്? ഞാൻ തിരക്കിയിട്ടില്ല. കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ അമേരിക്കയിൽ പോയി ഇല്ലാത്ത നുണകൾ മുഴുവൻ പറഞ്ഞ് രാജ്യത്തിനെതിരായി വർത്തമാനം പറയുന്ന ഒരാൾ വരികയോ പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ, നമ്മുടെ പ്രശ്നമല്ല. കാരണം നമ്മൾക്ക് രാജ്യത്തെക്കുറിച്ചൊരു കൺസേൺ ഉള്ള ദേശാഭിമാനമുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് രാജ്യവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുകൾ എവിടെ പോയാൽ നമുക്കെന്ത്. പക്ഷേ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ നടത്തിയത് ഗുണ്ടായിസത്തെക്കുറിച്ച് ഞാൻ പറയാം. അമേരിക്കയിലോ? അതായത് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരൊന്നും അറിഞ്ഞിട്ടില്ല. കാരണം അത് മാധ്യമ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്, മാധ്യമപ്രവർത്തകരുടെ അവകാശവുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. 1908 രൂപീകരിച്ചതാണ് അമേരിക്കൻ നാഷണൽ പ്രസ് ക്ലബ്ബ്. നമ്മുടെ ഇന്ത്യയിലെ പ്രസ് ക്ലബ്ബുകളെ പോലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയാണ്. ഏതാണ്ട് 300ഓളം ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾക്കൊക്കെ ഈ പ്രസ് ക്ലബ്ബിൽ മെമ്പർഷിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യ ടുഡേ ടെലിവിഷൻ ഉണ്ടല്ലോ, ഇന്ത്യ ടുഡേ ടെലിവിഷൻ്റെ പ്രതിനിധി അവിടുത്തെ രോഹിത് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ. അദ്ദേഹം ഇന്ത്യ ടുഡേക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യുന്നു, നാഷണൽ പ്രസ് ക്ലബിൻ്റെ മെമ്പറാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ രാഹുൽ ഗാന്ധിയെ കാത്ത് ഡള്ളാസ് എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ ഇരിപ്പുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പോകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പൈലറ്റ് ടീം പോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സ്റ്റാഫ് അവിടെ പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുക്കാനും സജ്ജീകരണങ്ങളൊക്കെ ചെയ്യും. ചുമ്മാ രാവിലെ ന്യൂയോർക്കിലേക്ക് രാവിലെ 10 മണിക്ക് ചുമ്മാ ഇറങ്ങുന്നതല്ല. രാഹുൽ പോകുന്നതിന് മുമ്പ് ഒരു പൈലറ്റ് ടീം പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ, അങ്ങനെയാണ് ലോക നേതാക്കന്മാരൊക്കെ പോകുന്നത്, പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ടീം നേരത്തെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടീമുമായി സംസാരിച്ചുകൊണ്ട്, അപ്പോൾ സാം പിത്രോദയാണല്ലോ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, ഇൻ്റർനാഷണൽ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അദ്ദേഹം ലോബിയിലുണ്ട്. അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചുകൊണ്ട് ആരിരുന്നു? മാധ്യമപ്രവർത്തകർ. ഈ മാധ്യമപ്രവർത്തനം ഇരുന്നു. ഒറ്റയ്ക്കാണ്, നമ്മുടെ രോഹിത് ശർമ്മ ഒറ്റയ്ക്കാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ രാഹുലിൻ്റെ അമേരിക്കയിലെ പ്രോഗ്രാംസ് എന്തൊക്കെയായിരിക്കും അദ്ദേഹം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നു. അദ്ദേഹം അത് മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പിത്രോടെ പറഞ്ഞു രാഹുൽ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രാഹുൽ ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി വന്നു. രാഹുൽ ഗാന്ധി വരികയും ഇവരുടെ അഭിമുഖം അവസാനിക്കുകയായിരുന്നു പിട്രോഡയായിട്ട്. ഉടനെ ഒരു അവസാനത്തെ ചോദ്യം ഈ രോഹിത് ശർമ്മ സാം പിട്രോഡയിൽ ചോദിച്ചത്, അല്ല ഇപ്പോൾ ബംഗ്ലാദേശ് ഇഷ്യൂ കത്തി നിൽക്കുകയാണല്ലോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നൊരു ആക്ഷേപമുണ്ട്. ഇത് സംബന്ധിച്ച് എന്തായിരിക്കും രാഹുൽ ഗാന്ധി ഇവിടെ പറയാൻ പോകുന്നത്? അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്ന രാഹുലിൻ്റെ സ്റ്റാഫ്, അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഓവർസീസ് കോൺഗ്രസിൻ്റെ ആളുകളൊക്കെ കേട്ടോണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു തിരികെയും പെട്ടെന്ന് രാഹുൽ ഗാന്ധി അകത്തോട്ട് കയറി വരികയും ചെയ്തു. പെട്ടെന്ന് സംഭവിച്ചതെന്നറിയോ, ഈ ചോദ്യം ചോദിക്കുകയും രാഹുൽ വരിക ഒരേപോലെയാണ്. രാഹുൽ ഗാന്ധിയുടെ മുന്നിലൂടെ ഈ കോൺഗ്രസിൻ്റെ ആളുകൾ ചാടി വീണ് ഈ രോഹിത് ശർമ്മ എന്ന ചെറുപ്പക്കാരനെ കൈകാര്യം ചെയ്തു, അടികൊടുത്തു, അയാളുടെ ഫോൺ പിടിച്ചെടുത്തു, റെക്കോർഡ് ചെയ്ത് മുഴുവൻ ഡിലീറ്റ് ചെയ്തു. അതായത് ഈ ചോദ്യം പ്രകോപനം ഉണ്ടാക്കുന്ന ചോദ്യമാണ്, ഇത് ചോദിക്കാൻ പാടില്ല. എന്താണ് രാഹുൽ ഗാന്ധിക്ക് ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു കൂട്ടക്കൊലയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാടില്ല, പ്രകോപനം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. എന്ത് പ്രകോപനം? അപ്പോൾ നമ്മുടെ നാട്ടിൽ രാഹുൽ ഗാന്ധി എടുക്കുന്ന രാഹുൽ ഇത് കണ്ടുകൊണ്ടിരിക്കുക, രാഹുൽ ഒരു അക്ഷരം മിണ്ടിയില്ല. ഈ ലേഖകനെ അവർ കൈകാര്യം ചെയ്തു, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഈ ഡാറ്റ മുഴുവൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ നാഷണൽ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് എമിലി വിൽനിൻറ്റ്, അവരാണ് ആ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ്. അതിന് ട്വിറ്ററിൽ ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനെ, ഞങ്ങളുടെ മെമ്പറായ മാധ്യമപ്രവർത്തകനെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റാഫ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൈകാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ ഡാറ്റ ഡിലീറ്റ് ചെയ്തും ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, മൗലികാവകാശം എന്ന് പറയുന്ന പോലെ അമേരിക്കയിൽ ഫസ്റ്റ് അമെൻമെൻറ്റ് റൈറ്റ്സ് ഉണ്ട്. അങ്ങനെയാണ് ഇതിന് പറയുന്നത്, മൗലികാവകാശത്തിന് തുല്യം. ഫസ്റ്റ് അമെൻമെൻറ്റ് റൈറ്റ്സിനനുസരിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ പ്രവർത്തനത്തിനൊക്കെ സ്വാതന്ത്ര്യം അമേരിക്കൻ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. അതിന് വിരുദ്ധമായിട്ടാണ് ഒരു ചോദ്യം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തനം, അയാൾ ഇന്ത്യക്കാരനായിരിക്കാം, പക്ഷേ അമേരിക്കയിൽ ജോലി ചെയ്യുന്നു, അമേരിക്കയിലെ നാഷണൽ പ്രസ് ക്ലബിൻ്റെ മെമ്പറാണ്, അയാളെ ഇങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് കൈകാര്യം ചെയ്തത് ഗുരുതരമായ കുറ്റമാണ്. ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം, നമ്മുടെ മൗലികാവകാശങ്ങൾക്ക് തുല്യമായ നിയമപ്രകാരം നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ പ്രസിഡന്റ് തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുക. എന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ ഇത് പറയുന്നില്ലല്ലോ. ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പുറപ്പുറത്ത് കയറി നാഴികയ്ക്ക് 40 വട്ടം നിലവിളിക്കുന്നവരാണ് നമ്മുടെ മാധ്യമങ്ങൾ. ഇനി നേരെ തിരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിന് തൊട്ട് മുമ്പ്
നദ്ദ ഹോട്ടൽ ലോബിയിലിരിക്കുന്നു. നദ്ദയോട് മണിപ്പൂരിനെ കുറിച്ചൊരു ചോദ്യം, മണിപ്പൂരിനെ കുറിച്ച് എന്തായിരിക്കും മോദി ഇവിടെ പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നു. ഉടനെ കേട്ട് നിൽക്കുന്ന BJP-കാരെടുത്തിട്ട് ആ മാധ്യമപ്രവർത്തനം ഇടിക്കുകയും അയാളുടെ കയ്യിൽ നിന്ന് ഈ മൊബൈലിലെ ഡാറ്റ എടുത്ത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ എന്തായിരിക്കും ഈ കേരളത്തിൽ വരെ സംഭവിക്കാൻ പോകുന്നത്? അമേരിക്കയിൽ വെച്ച് നടന്നാൽ കേരളത്തിൽ വരെ എന്തൊക്കെ സംഭവിക്കും? മുഴുവൻ വാർത്തകൾ മാറ്റിവെച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ മോദിയുടെ സാന്നിധ്യത്തിൽ BJP ഗുണ്ടായിസം അമേരിക്കയിലും, അല്ലേ? അതെ. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു സിംഗിൾ കോളം വാർത്ത, ഒരു വരി വാർത്ത ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നോ, ഏതെങ്കിലും ഒരു ചാനലിൽ വന്നോ, ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ സ്വന്തം ട്വിറ്ററിൽ ഒരു ട്വീറ്റ് ചെയ്തോ, ട്വിറ്ററിൽ പോയില്ലല്ലോ, എക്സിൽ ഒരു ട്വീറ്റ് ചെയ്തോ? ഒന്നും ചെയ്തില്ല. ഇതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ശരീരഭാഷ, അദ്ദേഹം ഒരു ടീഷർട്ട് വിട്ട് 6 പാക്ക് കാണിച്ച് നടക്കുന്നത് ഒരു ഗുണ്ടയെ പോലെ തോന്നിപ്പിക്കും. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് അപ്രിയമായ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഇനി ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മൾ ഇന്ത്യയിലെ 2 പേർ ഏറ്റവും കൂടുതലൊക്കെ ഉണ്ടാക്കിയ സംഭവമാണ് കൽക്കത്ത RG കാർ ആശുപത്രിയിലെ ബലാത്സംഗ കൊല. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഇന്ന് വരെ കൊൽക്കത്തയ്ക്ക് പോയിട്ടില്ല, അല്ലേ? എവിടെ നാട്ടിൽ എന്ത് സംഭവിച്ചാലും, ആർക്കെങ്കിലും പോകുന്ന വഴിക്ക് ഒരു പെൺകുട്ടിയെ പശു കുത്തിയാലും, പശു ഹിന്ദുത്വത്തിൻ്റെ പ്രതീകമാണ്, ഓടി അവിടെ ചെല്ലുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും ഇതുവരെ കൊൽക്കത്തയിലെ ഓഗസ്റ്റ് 9-ാം തീയതി ഉണ്ടായ ദാരുണമായ കൊല കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസമാറായി, അല്ലേ? അതെ. ഇതുവരെ ഈ കഴിഞ്ഞ ദിവസമാണ് അവിടെ ഡോക്ടർമാരുമായിട്ട് ചർച്ച നടത്താൻ മമതയ്ക്ക് പോലും കാത്തിരുന്ന് നിങ്ങൾ എന്നെ അപമാനിക്കരുത്, ഞാൻ വേണ്ട രാജിവെച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു മമത എന്ന മുഖ്യമന്ത്രി പോലും മുട്ടുകുത്തുന്ന തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടായി. രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയിട്ടില്ലല്ലോ, പ്രിയങ്ക പോയിട്ടില്ലല്ലോ. ഒരു പ്രസ്താവന കണ്ടോ രാഹുലിൻ്റെ? ഇല്ലല്ലോ. ഇനി ബംഗ്ലാദേശ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമല്ലേ, അവിടുത്തെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നു എന്നുള്ളത് ഐക്യരാഷ്ട്ര സംഘടന വരെ ഇടപെട്ടു, അല്ലേ? അതെ. ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഒരക്ഷരം മിണ്ടിയോ? മിണ്ടിയില്ല. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം സെലക്റ്റീവാണ്. ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ അദ്ദേഹം മിണ്ടില്ല. ഹിന്ദുക്കളൊക്കെ ഉന്മൂലനം ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഹിന്ദുക്കൾക്കെതിരെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകനെ വിദേശത്ത് വെച്ചായാലും പാർട്ടി ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കും. അതാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഇങ്ങനെ രാഹുൽ ഗാന്ധി ഇനി കൊൽക്കത്തയിലെ കാര്യം നോക്കൂ. അവിടെ എന്താ കാര്യം? ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മമത. അങ്ങനെ ഭാഗമൊന്നുമല്ല, മമതയ്ക്ക് തോന്നിയ ഭാഗമാണ്. പക്ഷേ മമതയുടെ പിന്നാലെ ഈ അർത്ഥിച്ച് നടക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ട് മമതയുടെ നാട്ടിൽ എന്ത് നടന്നാലും രാഹുൽ ഗാന്ധിക്ക് ഒരു വിഷയമല്ല. സെലക്റ്റീവാണ്. സെലക്റ്റീവ് ആയിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക. തൻ്റെ പാർട്ടിക്കാർ, തൻ്റെ മുന്നണിയിൽപ്പെട്ട ആളുകൾ എന്തു ചെയ്താലും അത് മഹത്തായ കാര്യങ്ങളാണ്, അതിനെ തമസ്കരിക്കുക. അതേസമയം തനിക്കിഷ്ടമില്ലാത്ത സമുദായം, അത് രാഹുൽ ഗാന്ധിക്ക് നിർഭാഗ്യവശാൽ ഇഷ്ടമില്ലാത്ത സമുദായം ആരാണ്? ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും തനിക്കൊന്നുമില്ല എന്ന ഭാവത്തിലുള്ള ഒരു പ്രകടനം നിരന്തരം കാട്ടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ തനി നിറം അമേരിക്കയിലും കാണിച്ചു. ഇതാണ് എനിക്ക് അമേരിക്കൻ വിശേഷം പറയാനുള്ളത്. സിനൂര് വേറെ എന്തെങ്കിലും അമേരിക്കൻ വിശേഷം പറയാനുണ്ടോ? ഇല്ല, ഇത് ഞാൻ ചോദിക്കുന്നത്, ഈ ഓരോ ഘട്ടത്തിലും ഇത്തരം സംഭവങ്ങളൊക്കെ ചെയ്തിട്ടും ഈ രാഹുൽ ഗാന്ധി എന്തിനാണ് പിന്നെയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതിനൊരു സംശയം തോന്നുക? അതിപ്പോൾ വേറെ കാര്യമുണ്ട്. ഇപ്പം നമ്മൾ ഈ കൊച്ചിയിൽ പോലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 2-3 മാസം മുമ്പ് പബ്ലിക് ഒപ്പീനിയൻ എടുത്തില്ലേ? അപ്പോൾ നമ്മുടെ ഈ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം, ഓപ്പൺ എയർ സ്റ്റേഡിയം, അതിൻ്റെ പിന്നിലുള്ള അവിടെയൊക്കെ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് നമ്മുടെ ടീമിൽപ്പെട്ട എഡിറ്റോറിയൽ ടീമിലുള്ള കുട്ടികൾ പോയിട്ട് രാഹുൽ ഗാന്ധി മഹാത്മാഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചു. എത്രയോ ആൾ ഞെട്ടിപ്പോയി. എൻ്റെ വീഡിയോ ഇപ്പോഴും നമ്മുടെ ആർക്കൈവ്സിൽ കിടപ്പുണ്ട്. അതായത് ചില ആളുകൾ പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനില്ലേ രാഹുൽ ഗാന്ധി? കൊച്ചുമോനല്ലേ? അത് പിന്നാലെ കിട്ടിയിരിക്കുന്ന ഈ വാലുണ്ടല്ലോ, ഈ വാല് ഒരു വൈകാരികമായ അടുപ്പം ഇന്ത്യക്കാർക്കുണ്ട്. ഇതെന്തോ ഒരു വലിയ ഗാന്ധി കുടുംബത്തിൻ്റെ ആരോ ആണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചർച്ച ചെയ്തു, ഫിറോസ് ഗണ്ഡിയുടെ 64ാം ഗണ്ഡിയാണ് പിന്നെ ഗാന്ധി ചരമദിനമായിരുന്നു. അവിടെ പോലും പോയില്ല. അത് ഓർക്കുന്നില്ല അദ്ദേഹം. ഇപ്പോൾ ഇവർ അമ്മയും മകനും ജാമ്യം എടുത്തിരിക്കുകയാണ് നാഷണൽ ഹെറാൾഡ് കേസിൽ, അല്ലേ? നാഷണൽ ഹെറാൾഡിൽ 1800ഓളം കോടി രൂപ തട്ടിച്ചു എന്നുള്ള കേസിൽ സുപ്രീം കോടതി വരെ പോയി കേസ് റദ്ദാക്കി കിട്ടാൻ. കേസ് റദ്ദാക്കിയില്ല. എന്തുമാത്രമല്ല, ആ കേസിൽ അറസ്റ്റ് ചെയ്തില്ലെന്നേ ഉള്ളൂ. കോടതിയിൽ അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നത് മോദിയുടെ ദയ. അവിടെ പോയിട്ട് എന്ത് ചെയ്തു? ജാമ്യം എടുത്ത് ജാമ്യത്തിൽ നിൽക്കുകയാണ് തള്ളയും മോനും. ഈ നാഷണൽ ഹെറാൾഡിൻ്റെ ആദ്യത്തെ മാനേജിങ് ഡയറക്ടർ ആയിരുന്നറിയോ? ഫിറോസ് ഗണ്ഡി ആയിരുന്നു. ഇയാളുടെ അപ്പൂപ്പൻ, സ്വന്തം അപ്പൂപ്പൻ മരിച്ചിട്ട് അതേക്കുറിച്ച് ഒരു വാക്ക് പറയാറില്ലല്ലോ. എന്നാൽ ബാബറിൻ്റെ ഖബർ കാണാനായിട്ട് അഫ്ഗാനിസ്ഥാനിൽ പോകും. അതെ.
കുടുംബത്തോടെ പോകുന്നത്. അവിടെ പോയി എന്തിനാണോ ഇടയ്ക്കിടയ്ക്ക് ബാബറിൻ്റെ ഖബറിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി. എന്നാൽ ദില്ലിയിലെ റോഡരികിലുള്ള ഫിറോസ് ഖണ്ഡി അല്ലേ, സ്വന്തം അപ്പൂപ്പനാണ്, അതെ, ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് അല്ലേ, അതെ, ആ ഈ കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. റായ്ബറേലിയിൽ നിന്ന് 2 തവണ MP ആയിരുന്ന ആൾ. ആ കോൺഗ്രസിൻ്റെ ആദ്യത്തെ റായ്ബറേലി MP ഫിറോസ് ഖണ്ഡി ആയിരുന്നു. അപ്പോൾ ആ പാരമ്പര്യം ശരിക്കും ഇവർ പിന്തുടരേണ്ടത്. അതെ, ആ പാരമ്പര്യമാണ്. അദ്ദേഹത്തെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് ഈ പാർട്ടി ഒരു കുറിപ്പ് പോലും ഇടാറില്ല. ഒരു എക്സിൽ പോലും ഇന്ന് ഫിറോസ് ഖണ്ഡിയുടെ ചരമവാർഷികമാണെന്ന് പറയാറില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തു. കാണാത്ത ആളുകളൊന്നും കണ്ടാൽ കൊള്ളാം കേട്ടോ. ഒരു 10-15 വീഡിയോയ്ക്ക് താഴെ, 10-15 അല്ല 10-25 വീഡിയോയ്ക്ക് താഴെ ആ വീഡിയോ കിടപ്പുണ്ട്. ഫിറോസ് ഖണ്ഡി ആരായിരുന്നു, അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഇന്ദിരയുടെ ഭർത്താവായി മാറിയതെന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വന്തം മുത്തച്ഛനെ പോലും ഓർമ്മിക്കാത്ത, കാരണം ഫിറോസ് ജഹാംഗീർ ഖണ്ഡി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ആ പേര് പറഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ പോലും ഒഴിവാക്കുന്ന ഒരു പ്രവണതയുള്ള, സംസ്കാരമുള്ള, നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ ഖാർഗെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ BJPയുടെ നേതാക്കന്മാരെല്ലാം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അങ്ങനെ രാഹുൽ ഗാന്ധിയെ ശരിയാക്കണം, ഇയാൾ രാജ്യദ്രോഹിയാണ്, ഭീകരനാണെന്നൊക്കെ പറയുന്നു. ശിവസേനയുടെ ഏതോ ഒരു MP രാഹുൽ ഗാന്ധിയുടെ നാക്ക് മുറിച്ചാൽ 15 ലക്ഷം രൂപ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ വലിയ സങ്കടമാണ് കേട്ടോ, നമ്മൾ നാളെയും കാണേണ്ടേ എന്ന് മുദ്രാവാക്യമില്ലേ സിനിമ പറഞ്ഞത്, നമ്മൾ നാളെയും കാണേണ്ടതല്ല, ഇങ്ങനെയൊക്കെ രാഹുലിനെ പറയരുതേ, അത് പ്രധാനമന്ത്രി മോദിജി ഒന്ന് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കത്തയച്ചിട്ടുണ്ട്. ഈ ഇയാൾ വിദേശത്ത് പോയി പറഞ്ഞ ഊളത്തരങ്ങൾ മുഴുവൻ ഊളത്തരങ്ങളാണെന്ന് ഈ ഖാർഗെയ്ക്ക് സമ്മതിക്കാൻ പറ്റില്ല. അവിടെ പോയി മാധ്യമപ്രവർത്തകരെ തല്ലാൻ, ഗുണ്ടകളെ വിടുന്നതിനകത്തെക്കുറിച്ചും ഖാർഗെയ്ക്കൊന്നും പറയാനില്ല. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇങ്ങനെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ രാജ്യത്തിനെതിരായ മുഴുവൻ കാര്യങ്ങൾ കൂട്ടുകയും ഇൻടോളറൻസ്, അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ആൾരൂപമാണ്. അദ്ദേഹത്തിനോട് അപ്രിയകരമായ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൈകാര്യം ചെയ്യും. തൻ്റെ സ്റ്റാഫിനെ വെച്ച്, തൻ്റെ ഗുണ്ടകളെ വെച്ച് കൈകാര്യം ചെയ്യും. കാരണം രാഹുൽ ഗാന്ധിക്ക് ഈ ചോദ്യം ഇഷ്ടപ്പെടത്തില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഇങ്ങനെ ഇതിനെക്കുറിച്ച് എന്തായിരിക്കുമെന്ന് പെട്രോളിൽ ചോദിച്ചപ്പോൾ തന്നെ സ്റ്റാഫ് കയറി അടിച്ചത്. അതെ, അതെ. അപ്പോൾ രാഹുൽ ഗാന്ധിയോട് അങ്ങനെ നേരിട്ട് ചോദിച്ചിരുന്നെങ്കിലോ അയാളെ കൊന്നേനെ. ഏതായാലും വിദേശത്തുള്ള അമേരിക്കയിലെ നാഷണൽ പ്രസ് ക്ലബ്ബ് ഔദ്യോഗികമായി ഇതിനെതിരെ പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞെങ്കിലും ഇത് ഇന്ത്യയിലൊരു വാർത്തയായിക്കൊള്ളാം. പക്ഷേ ഇത് ഇന്ത്യയിൽ വാർത്തയാവത്തില്ല. ഒരുപക്ഷെ മലയാളത്തിൽ ഏതായാലും നമ്മൾ മാത്രമാണ് പറയുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനൊരു മാധ്യമ പ്രവർത്തകരെ കോൺഗ്രസ്സുകാർ ശാരീരികമായി ആക്രമിച്ചു എന്നുള്ള പരാതി വന്നിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.